ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെറ്റിനോളിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് അധികം പേര് കണ്ടിട്ടില്ല. എന്നാലും ഞാൻ പറയാണ്, റെറ്റിനോളിന് ബദലായിട്ട് നമുക്ക് എന്ത് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇന്ന് അറിയില്ല. കാരണം അത്രത്തോളം ഡീപ്പറായിട്ട് ഈ റെറ്റിനോൾ പ്രചാരത്തിലായതുപോലെ ഇത് അങ്ങനെ പ്രചാരത്തിലായിട്ടില്ല. അപ്പോൾ റെവിനേജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു പ്ലാൻ ബേസ്ഡ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് എന്നെടുക്കുന്ന ഒരു എക്സ്ട്രാക്ട്സ് ആണ്. ഇത് റെറ്റിനോളിൻ്റെ പോലെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ഒരിക്കലും ഹാം ചെയ്യില്ല. അതായത് സ്കിന്നിന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. റെവിനേജ് എന്ന് പറയുന്നത് ഒരു ബൈഡൻസ് പിലോസ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് എന്നാണ് എടുക്കുന്നത്. അത് പിന്നെ ഒരു അതിനെ ബ്ലാക്ക് ജാക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് പല രാജ്യങ്ങളിലും ഫുഡിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് പല മെഡിസിൻസിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടും ഒരു സേഫ് പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്ലാന്റ് ആൻറ്റി ഫംഗൽ മെഡിസിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാന്റ് ഒരു നമ്മുടെ ഡെയ്സി ഫ്ലവറിൻ്റെ ഒക്കെ ആ കാറ്റഗറിയിൽ പെട്ട ഒരു പ്ലാന്റ് ആണ്. റെവിനേജ് പല പ്രോഡക്ട്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല നല്ല പ്രോഡക്ട്സുകൾ ഇന്ന് ബ്രാൻഡ്സ് ഇറക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാം നോക്കി അതിനെ ശ്രദ്ധിച്ച് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പ്രോഡക്ട്സ് എല്ലാം വാങ്ങാനായി. അപ്പോൾ പ്ലാന്റ്സ് എന്നായത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ദോഷം നമ്മുടെ സ്കിന്നിൽ സംഭവിപ്പിക്കത്തില്ല. റെറ്റിനോള് കുറച്ച് കാലം കഴിയുമ്പോൾ സ്കിൻ ബാരിയർ നശിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നശിക്കും ഇൻ ദ സെൻസ് അതിന് ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ റെവിനേജ് അതിന് സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇനിയും ഉണ്ട് ഡിഫറൻസ്. റെറ്റിനോള് മെലാസ്മ എന്ന് വെച്ചാൽ കറുത്ത ഇങ്ങനെ വരത്തില്ലേ, അതിന് കുറച്ചുകൂടെ ട്രിഗർ ആക്കുമെന്നാണ്. റെറ്റിനോളിന് അത് കുറയ്ക്കുമെങ്കിലും ചില സമയത്ത് ചിലർക്കെങ്കിലും അത് ട്രിഗർ ആക്കുമെന്നാണ് പറയുന്നത്. റെവിനേജ് അതിൻ്റെ മെലാനിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കറുത്ത പാടുകൾ നമ്മുടെ മുഖത്ത് ഉണ്ടാകാതിരിക്കും. മെലാനിൻ വന്ന് കെട്ടിക്കിടക്കുമ്പോഴാണല്ലോ കറുത്ത പാടുകളായിട്ട് നമ്മുടെ മുഖത്ത് അത് വലുത്. അപ്പം അത് റെഡ്യൂസ് ചെയ്യുമെന്നാണ് അത് പറയുന്നത്. റെറ്റിനോള് 6 ആഴ്ചയെങ്കിലും വേണം നമ്മുടെ മുഖത്ത് ഒരു റിസൾട്ട് കാണിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് 28 ദിവസം കൊണ്ട് റിസൾട്ട് കണ്ടു തുടങ്ങുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ റെവിനേജിന് ഒരുപാട് ബെനിഫിറ്റ്സ് കൂടുതലും റെറ്റിനോളിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് റെറ്റിനോളിന് കുറച്ച് സൈഡ് എഫക്ട്സ് കൂടുതലുമാണ്. അപ്പോൾ അത് കാരണമാണ് UK-ലും പിന്നെ യൂറോപ്യൻ യൂണിയൻ അതിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കുകയും UK-ലൊക്കെ ചില പ്രോഡക്ട്സുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് റെറ്റിനോളിൻ്റെ. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും റെറ്റിനോൾ ബേസ് ആൻറ്റി ഏജിങ് ആയിട്ടുള്ള റെറ്റിനോൾ പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ സേഫ് ആയിട്ട് നോക്കി വേണം വാങ്ങിക്കാൻ. ഇപ്പോൾ റെവിനേജിൻ്റെ റെവിനേജ് ഉൾപ്പെടുത്തിയ ഒരുപാട് പ്രോഡക്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സ് വാങ്ങിച്ച് നമുക്ക് രാത്രിയിൽ ക്രീംസ് ആയിട്ട് ഇട്ടിട്ട് കിടക്കാം. പിന്നെ റെറ്റിനോളിന് വേറൊരു കാര്യമുണ്ട്. റെറ്റിനോൾ രാത്രി മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷേ റെവിനേജ് രാത്രി ആയാലും പകലായാലും യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ സൺസ്ക്രീൻ ഇടുക, അത് മസ്റ്റാണ്. അപ്പോൾ റെവിനേജ് അടങ്ങിയ മോയ്സ്ചറൈസർ, ബാക്കി ക്രീംസുകൾ, സിറംസ് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഒരു കാലത്ത് നമ്മുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ് ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് കുറേ സെൻസിറ്റീവ് ആവും. കാരണം നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പോൾ നമ്മുടെ സ്കിൻ കുറേ സെൻസിറ്റീവ് ആവും. അപ്പോൾ നമ്മൾ എത്രത്തോളം സേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കാമോ അത്രത്തോളം നമ്മുടെ സ്കിന്നിന് അത് നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് കോസ്മെറ്റിക് കമ്പനീസുകൾ റെറ്റിനോളിനേക്കാളും കൂടുതൽ റെവിനേജ് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഭാവിയിൽ റെറ്റിനോൾ കുറഞ്ഞു വരികയും റെവിനേജ് അടങ്ങിയ പ്രോഡക്ട്സുകൾ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും. കാരണം എപ്പോഴും ബ്രാൻഡ്സുകൾ എപ്പോഴും സേഫർ സൈഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുറച്ച് നാൾ ഈ റെവിനേജ് അടങ്ങിയ പ്രോഡക്ട്സുകൾ ഒരുപാട് നല്ല ബ്രാൻഡ്സുകൾ ഇറക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും നല്ല നല്ല ബ്രാൻഡ്സുകൾ ഞാൻ കണ്ടതിൽ 3-4 നല്ല ബ്രാൻഡ്സുകൾ ഇറക്കുന്നുണ്ട്. ഞാൻ ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. പിന്നെ റെറ്റിനോൾ ആയാലും റെവിനേജ് ആയിരുന്നാലും ചിലപ്പം നമ്മുടെ സ്കിന്നിൽ വേറെ വല്ല പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസോ വല്ലതോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് തന്നെ വേണം നിങ്ങളെ ക്രീംസ് എല്ലാം എഴുതി വാങ്ങാനുള്ളത്. റെറ്റിനോൾ ആയിരുന്നാലും റെവിനേജ് ആയാലും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കും. ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ കറുത്ത ഒരുപാട് ഒരു ഏജ് കഴിയുമ്പോൾ വരുമല്ലോ, അത് കുറയ്ക്കും. പക്ഷേ റെറ്റിനോളിനുള്ള പ്രശ്നം അത് കുറയ്ക്കുന്നതോടൊപ്പം ചിലപ്പം അത് ട്രിഗർ ചെയ്യുകയും ചെയ്യും. പക്ഷേ റെവിനേജ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചിട്ട് മെലാസ്മയെ കുറയ്ക്കുമ്പോൾ ഇത് പിന്നീട് കൂടുതലും ഉണ്ടാകത്തില്ല. പിന്നെ ഒരു കാംനെസ് ആണ് നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്നത്. നമുക്ക് ഒരു സ്കിൻ റെജുവിനേറ്റ് ആണ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പം അത് കാരണം നമ്മുടെ സ്കിന്ന് നല്ല പ്ലം ആയിരിക്കുകയും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓൺലൈനിലും ഗൂഗിളിലും ഒക്കെ ഞാൻ വായിച്ചത് കൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ വീഡിയോ തരുന്നത്. കാരണം നമ്മുടെ ഏജുകാർക്ക് എപ്പോഴും ആൻറ്റി ഏജിങ് പ്രോഡക്ട്സ് അല്ലേ വേണ്ടിയത്. അപ്പോൾ ആൻറ്റി ഏജിങ് പ്രോഡക്ട്സിൽ അടങ്ങുന്ന മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റെറ്റിനോൾ. അപ്പോൾ ആ റെറ്റിനോളിന് പകരം ഒരു ബദലായിട്ട് കുറച്ച് നാളായി അത് വന്നിട്ട്, പക്ഷേ ഞാനത് കുറേ വായിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇൻഫർമേഷൻ ആയിട്ട് തരുന്നത്. അപ്പോൾ റെവിനേജ് അടങ്ങിയ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അടങ്ങിയ ക്രീംസുകളോ പിന്നെ നൈറ്റ് ക്രീംസുകളോ ഒക്കെ വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സ്കിന്നിനെ ഈവനായിട്ട് ഒരേപോലെ എല്ലായിടത്തും ഒരേപോലത്തെ കളർ തരാൻ റെവിനേജ് നമ്മളെ സഹായിക്കും. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. ഇതെല്ലാം നമുക്ക് റെവിനേജിൽ നിന്നും കിട്ടും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങൾ ഇനി പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണേ. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ബൈ, ലവ് യു ആൾ.